അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി നാം ബന്ധപ്പെടുന്ന ഏത് ഒരു നിമിഷവും നമുക്ക് ഖൈർ തന്നെയാണ്. ഫഹ്മുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ, തദബ്ബുറുൽ ഖുർആൻ. പ്രധാനമായും ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളെ ഈ മൂന്ന് ഭാഗമായി നമുക്ക് തിരിക്കാം. ഒന്ന്, ഫഹ്മുൽ ഖുർആൻ, ഖുർആനിനെ മനസ്സിലാക്കുന്ന ആളുകൾ. രണ്ട്, തഫ്സീറുൽ ഖുർആൻ, ഖുർആനിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണവും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ. മൂന്ന്, തദബ്ബുറുൽ ഖുർആൻ, പഠിച്ച ഖുർആനിനെ സംബന്ധിച്ച് നന്നായി ആലോചിക്കുകയും ചിന്തിക്കുകയും അത് ജീവിതത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർ. ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് എത്താൻ ഓരോ സത്യവിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. ഖുർആൻ തദബ്ബുർ ചെയ്യാൻ 4 കാരണങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടാൻ, ഖുർആനിൻ്റെ ആധികാരികത ബോധ്യപ്പെടുക. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെടുകയും ഖുർആനിൽ പരാമർശിച്ച മുഴുവൻ കാര്യങ്ങളും സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ വരാനിരിക്കുന്ന ജീവിതവും ഹിസാബും സ്വർഗവും നരകവും എല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഏത് കാലഘട്ടങ്ങളിലുമുള്ള മനുഷ്യർക്ക് ഇത്തരം വേദഗ്രന്ഥങ്ങൾ ആവശ്യമാണ്. മനുഷ്യനത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ളവർക്ക് അത് നൽകിയിട്ടുണ്ട്. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഉഹുൽ അവ്വലീൻ. ഈ വാക്കിനെപ്പറ്റി അഥവാ ഖുർആനിനെപ്പറ്റി അവർ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? അതല്ല അവരുടെ പൂർവ്വപിതാക്കൾക്ക് വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണോ അവർക്ക് വന്നു കിട്ടിയിരിക്കുന്നത്? അപ്പോൾ മനുഷ്യരാശിക്ക് ആവശ്യമാണ് എന്നതാണ് ഖുർആനിനെ തദബ്ബുർ ചെയ്യാൻ അള്ളാഹ് പറഞ്ഞ കാരണങ്ങൾ രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അള്ളാഹു ബുദ്ധി നൽകിയ ആളുകൾക്ക് ആ ബുദ്ധിമാന്മാർ ഉത്ഭുതരാകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം നൽകപ്പെട്ടത് എന്ന്, അത് ഉത്ഭുതരാകാൻ ഖുർആൻ തദബ്ബുർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമാകുന്നു ഇത്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി, ആയാത്തുകളെപ്പറ്റി, അതിലെ വചനങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടിയാണത്. ബുദ്ധിമാന്മാർ ഉത്ഭുതരാകുന്നതിന് വേണ്ടിയുമാണ്. അപ്പോൾ മൂന്നാമത്തെ കാരണം ബുദ്ധിയുള്ളവർ ഉത്ഭുതരാകാനാണ്. നാലാമത്തെ കാരണമായി അള്ളാഹ് പറഞ്ഞത് ഹൃദയങ്ങൾ തുറക്കുന്നതിന് വേണ്ടിയാണ്. ഹൃദയം അടഞ്ഞു പോകും പലരുടേതും. ആ ഹൃദയം അടഞ്ഞു പോകാതെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ ഉള്ളിലുള്ള ദുഷിച്ച കാര്യങ്ങൾ പുറത്തു പോവുകയുള്ളൂ, ഉള്ളിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങൾ വരികയുമുള്ളൂ. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പോൾ അവർ ആ ഖുർആനിനെ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങളിൽ മേൽ അവർ പൂട്ടുകളിട്ടിരിക്കുകയാണോ? ഈമാനും തഖ്വയും ഖുശൂഉം എല്ലാം ഹൃദയത്തിനകത്തേക്ക് വരേണ്ടതാണ്. കുഫറും നിഫാഖും ഷിർക്കും ഇസ്യാനും എല്ലാം പുറത്തേക്ക് പോകേണ്ടതാണ്. ഖുർആൻ തദബ്ബുർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഏതൊരാലോചനയും ഏത് ചിന്തയും അനുഗ്രഹീതമാണ്. സലഫു സാലിഹുകളുടെ മൻഹജുകൾ എതിരാകാത്ത വിധം ഖുർആനിലെ ഏത് കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് തദബ്ബുർ ചെയ്യാം, ആലോചിക്കാം, മനസ്സിലാക്കാം. അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ ചില നമ്പറുകൾ, ചില അക്കങ്ങൾ, ചില സൂറത്തുകളുടെ ക്രമങ്ങൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സമകാലിക വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി പലതും ഖുർആനിനെ പറ്റി ധാരാളം നാം ചിന്തിക്കുമ്പോൾ, തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അത് നമുക്ക് ഉപകാരപ്പെടുകയും പ്രയോജനപ്പെടുകയും ചെയ്യും. 2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ഖുർആനിൽ അഖിമിസ്വല, നമസ്കാരം നിലനിർത്തണമെന്ന അഖിമിസ്വല എന്ന കൽപ്പന 5 തവണയും അഖീമുസ്വല എന്ന ബഹുവചനത്തിലുള്ള കൽപ്പന 12 തവണയും കാണാം. 12ഉം 5ഉം 17 തവണയാണ് ഇത് ആവർത്തിച്ചത്. നമസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണം 17 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ബനു ഇസ്രായേൽ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ മുന്നിൽ ബനു ഇസ്രായേലിൻ്റെ ചരിത്രം ആവർത്തിച്ചു പറയുന്നത് കാണാം. ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ ഒരു അക്കം ആവർത്തിക്കുന്നത് കാണാം, 40 എന്ന അക്കം. ഉദാഹരണത്തിന്, വൈദ് വാഅദിന മൂസ 40 ലൈല, മൂസ നബിക്ക് നാം 40 രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു. മറ്റൊരു സ്ഥലത്ത് 40 സനത്തൻ യതീഹുന ഫിൽ അർളി, ആ വാഗ്ദത്ത ഭൂമി അവർക്ക് നിഷിദ്ധമാണ്, 40 കൊല്ലം ഭൂമിയിൽ അവർ അലഞ്ഞു നടക്കുന്നതാണ് എന്നുള്ള പറഞ്ഞു. ഇങ്ങനെ ഒരു 40ൻ്റെ എണ്ണം ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒരു അക്കം നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ എന്ന് 43 തവണ ആവർത്തിച്ചപ്പോൾ ബനി ഇസ്രായേൽ എന്ന് 40 തവണ പറഞ്ഞു. 43 തവണ ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോൾ ബനു ഇസ്രായേൽ എന്ന് 1 തവണയും ബാക്കി 40 തവണ ബനി ഇസ്രായേൽ എന്ന് 40 തവണ ആവർത്തിച്ചതായി കാണാൻ കഴിയും. അതുമാത്രമല്ല,
ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഖുർആനിലെ ആയത്തുകളിൽ ആദ്യത്തെ ആയത്ത് സൂറത്ത് അൽ ബഖറയിലെ ആയത്താണ്. ആ ആയത്തിൻ്റെ നമ്പർ 40 എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, ഇതിൻ്റെ ഓരോ അത്ഭുതങ്ങളും ഖുർആനിനെ തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. സലഫുസാലികൾ പറഞ്ഞതുപോലെ ലാ തൻഖളി അജായിബുഹു, ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് തദബ്ബുർ ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.